ഇവിടെ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്നെ ഒരു പ്രാവശ്യമെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഒന്നും കൂടെ പറയാം. എൻ്റെ പേര് ഷാജി മിത്തൽ ഫ്രം കണ്ണൂരാണ് സ്വദേശം. ഇപ്പോൾ ദുബൈയിലാണുള്ളത്. നമ്മൾ അന്നൊരു പ്രാവശ്യം കേട്ടതിൽ ഒരു 15 മിനിറ്റിൻ്റെ സെഷനായിരുന്നു. കുറച്ച് സംശയങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓരോ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഞാനൊരു സ്ലൈഡിൻ്റെ സഹായത്തോടെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് യാതൊരുവിധ ടെൻഷനോ റിസ്ക്കോ ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഗ്ലോബൽ ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലായിരിക്കുന്നെങ്കിൽ പോലും ഞാൻ ദുബായിലിരുന്നു കൊണ്ട് 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടിലാണെങ്കിൽ നാട്ടിലിരുന്നു കൊണ്ട് എല്ലാ ഞാൻ മ്യൂട്ടായിരുന്നു അല്ലേ? ഓക്കെ 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 എനിവേ ഞാൻ 5 മിനിറ്റ് സംസാരിച്ചു. ഒന്നുകൂടെ പറയാം. സ്ലൈഡ് ആയതുകൊണ്ട് നിങ്ങളുടെ മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ അന്ന് കേട്ടതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. വിന്നിങ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ദ ബെസ്റ്റ് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബിസിനസ്സാണ് വെസ്റ്റീജ് കമ്പനി ഉള്ളത്. നമ്മൾ സാധാരണ ലുലു അല്ലെങ്കിൽ കല്യാൺ സിൽക്കിലൊക്കെ കാണുന്നില്ല, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരേപോലെ ആയിരിക്കും അവരുടെ ഷോപ്പിൽ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റവും. എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ആബ്സെൻസിലും ഈ ബിസിനസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവിടെ നമുക്കറിയാം ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൂടെയാണ് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനി പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് പല ഇടനിലക്കാരിലൂടെയാണ് നമ്മളെ കൈകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നത്. C&Fഉം സൂപ്പർ സ്റ്റോക്കിസ്റ്റും അതുപോലെ സബ് സ്റ്റോക്കിസ്റ്റും ഹോൾസെയിലർ, റീറ്റെയിലർ, ഇത്രയും ഇടനിലക്കാർ അവരുടെ ലാഭങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിൽ എത്തുന്നത്. അതുകൂടാതെ സെലിബ്രിറ്റീസുകൾ ചാനലുകൾ വഴി പരസ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പം നമുക്കവിടെ ഒരു വരുമാനം ഉണ്ടാക്കാനൊരു അവസരം ലഭിക്കാറില്ല. പക്ഷേ ഇവിടെ വെസ്റ്റീജ് കമ്പനി തരുന്നത് എന്താ വെച്ചാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ
ഇതിൻ്റെ ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് നമ്മളിലേക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കി തരുവാണ്. അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് നമ്മളെ എക്സ്പെൻസിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം നമുക്കിവിടെ ലഭിക്കുകയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് റിസ്ക് ഒന്നുമില്ല. അല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന ബിസിനസ്സിൽ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പോലും അവിടെ ഒരുപാട് റിസ്ക്കുകളുണ്ട്. അത് വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ടെൻഷനും നമുക്ക് അതിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ അത് പരാജയപ്പെട്ടു പോകുന്ന കണ്ടിട്ടുണ്ടോ. ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, അതുകൊണ്ട് നോ ടെൻഷൻ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഏതൊരു സാധാരണക്കാർക്കും ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. മറ്റുള്ള ബിസിനസ്സിലാണെങ്കിൽ പൈസയുള്ളവർക്ക് മാത്രമേ ബിസിനസ് ചെയ്താലും വിജയിക്കാനും സാധിക്കുള്ളൂ. ഇവിടെ ഏതൊരു സാധാരണക്കാർക്കും ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പാർട്ട് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠനത്തോടൊപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടാവും. മറ്റുള്ള ഒരു ബിസിനസ്സിലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. വേറൊരു പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ഒറ്റക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ ശമ്പളം കൊടുത്ത് സ്റ്റാഫിനെ വെക്കേണ്ടി വരും. ഇവിടെ ടീം വർക്കാണ്, ഒറ്റക്കായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുമിച്ചാണ് ചെയ്യുന്നുണ്ടാവുക. ഇൻ്റർനാഷണൽ ക്വാളിറ്റി വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനിക്കുള്ളത്. അത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബിസിനസ് നിങ്ങൾ തീരുമാനം എടുക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും. അത്രക്കും നല്ല ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് നോർമൽ വിലയിൽ നമുക്ക് ലഭിക്കുന്നത്. അടുത്തൊരു പ്രത്യേകത, ഞാനിത് ചെയ്യാനുള്ള കാരണം ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഇതിൻ്റെ അകത്തുള്ള പാസീവ് ഇൻകമാണ്. നമ്മളെ ആബ്സെൻസിലും നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ടാവും. ഞാൻ 20 വർഷത്തോളം ദുബായിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ജോലി റിസൈൻ ചെയ്ത ആ പിറ്റത്തെ മാസം തൊട്ട് എൻ്റെ ശമ്പളം അവിടെ നിന്ന്. പക്ഷേ ഇവിടെ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത, ഞാൻ വെറും 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഈ ബിസിനസ്സിൽ. ഇനി ഞാനൊന്ന് മാറി നിന്നാൽ പോലും ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും എൻ്റെ വീട്ടിലേക്ക് വരുമാനം വരുന്ന ലെവലിലേക്ക് 3 വർഷം കൊണ്ട് പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അവിടെയാണ് എന്നെ അട്രാക്ഷൻ ആക്കി മാറ്റിയത്. കാരണം നമ്മളെല്ലാവരും പഠനം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 50, 55, 60 വയസ്സ് വരെ ജോലി ചെയ്ത് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലൈസ്ഡാകുന്നത് കണ്ടിട്ടുണ്ടോ, മരുന്നുകളും അതിൻ്റെ ഇതിലായിട്ടുണ്ടോ. ഇവിടെ ഒരു 5 വർഷം നിങ്ങൾ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതൻ്റെ ഒരു 25% മാത്രം പ്രയോറിറ്റി ഈ ബിസിനസ്സിന് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ 5 വർഷം കൊണ്ട് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാനും ലൈഫ് ലോങ് ആയിട്ട് പാസീവ് ഇൻകത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും സാധിക്കുന്നുണ്ടോ ഈ ബിസിനസ്സിൻ്റെ. അതാണ് ഇതിന് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഈ ബിസിനസ് കാണാൻ കാരണം. അടുത്തത്, നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ശമ്പളം കിട്ടുന്ന സമയത്ത് 15,000, 20,000, 50,000 നമ്മുടെ ശമ്പളം കിട്ടുന്ന സമയത്ത് അത് ഒന്ന് ഡബിൾ ആക്കി എടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഒരു 1,000, 2,000 കൂട്ടിയെടുക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരും. അതിന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇവിടെ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത, ഇപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മാസം നാട്ടിൽ പോയ സമയത്ത് ഒരു സാറിനെ പരിചയപ്പെട്ടായിരുന്നു, മുഹമ്മദ് സലീം എന്നിട്ട്. ആ വ്യക്തിയുടെ വരുമാനം ഞാൻ അന്ന് ഏപ്രിൽ മാസം കാണുന്ന സമയത്ത് വരുമാനം 10 ലക്ഷം രൂപയായിരുന്നു മാസ വരുമാനം. ഇന്ന് 7 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം 15 ലക്ഷം രൂപ കടന്നു. 7 മാസം കൊണ്ട് 5 ലക്ഷം രൂപയാണ് മാസം കിട്ടിക്കുന്ന ശമ്പളത്തിലേക്ക് കൂടിയിരിക്കുന്നത്. അപ്പോൾ അത്രക്കും റിട്ടേൺസ് ആണ്, നമുക്ക് ഹൈ റിട്ടേൺസ് ആണ്. ഈ മാസം വാങ്ങിച്ചതിൻ്റെ ഡബിൾ അടുത്ത മാസം വാങ്ങിക്കാൻ സാധ്യതയിൻ്റെ അകത്തുണ്ട്. നമ്മൾ അതിനുള്ള ട്രെയിനിങ്സുകൾ, എക്സ്റ്റെൻസീവ് ട്രെയിനിങ്സ് കമ്പനിയും അതുപോലെ വിന്നിങ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ നമുക്ക് തരുന്നുണ്ട്. അത് ഓൺലൈൻ വഴി ആയിക്കോട്ടെ ഓഫ്ലൈൻ വഴി ആയിക്കോട്ടെ, നിങ്ങളത് അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വരുമാനം ലക്ഷങ്ങളാക്കി തരാൻ വിന്നിങ് ടീമും വെസ്റ്റീജ് കമ്പനി റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ട്രെയിനിങ്സിലും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കമ്പനിയുടെ പേര് ഓൾറെഡി നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെസ്റ്റീജ് കമ്പനി 2004 സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇദ്ദേഹം നമ്മളെ കമ്പനി ഫൗണ്ടറാണ് മിസ്റ്റർ ഗൗതം ബാലി സാർ. മലേഷ്യൻ കമ്പനിയിലെ CEO ആയിരുന്നു, ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ CEO ആയിരുന്നു. ആ ഒരു ചെറിയ രാജ്യത്തുള്ള കോടീശ്വരന്മാരെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെയാണ് ഉണ്ടായത്, ആ ചെറിയ രാജ്യത്ത്. അപ്പോൾ നമ്മളെ 140 കോടി വരുന്ന ഇന്ത്യയിലുള്ള ആൾക്കാരെ ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ഏതൊരു സാധാരണക്കാരനും ബിസിനസ്സുകാരനാക്കി മാറ്റാൻ സാധിക്കുന്ന ഈ ഒരു അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ഇന്ത്യയിലുള്ള ഓരോ ഫാമിലിക്കും നല്ലൊരു ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ എത്തിക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ 5 കോടിയിലധികം ആൾക്കാർ വെസ്റ്റീജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ഹൈ വിഷനറി ആയിട്ടുള്ള ലീഡറാണ് മിസ്റ്റർ ഗൗതം ബാലി സാർ. ഇന്ന് 8ഓളം രാജ്യങ്ങളോട് എത്തിക്കഴിഞ്ഞു. ഇതിലുള്ളതിന് കൂടുതൽ ഐവോറി കോസ്റ്റും അതുപോലെ ഫിലിപ്പീൻസും കഴിഞ്ഞു, ഘാനയുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, UAE, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഇത്രയും രാജ്യങ്ങളോട് നമ്മുടെ കമ്പനി എത്തിക്കഴിഞ്ഞു. കമ്പനിക്ക് ഒരുപാട് അവാർഡ്സും റെക്കഗ്നേഷൻ കിട്ടിയതാണ്. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, 2018 ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയുടെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഗ്ലോബൽ 100 അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് പ്ലേസ് വർക്കിനുള്ള അവാർഡ് കിട്ടിയ കമ്പനിയാണ്. നാഷണൽ ബെസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബ്രാൻഡ് അവാർഡ് വാങ്ങിച്ച കമ്പനിയാണ്. ഇവർ 2022-ലും 2023-ലും ഇന്ത്യയിലെ ഏറ്റവും നല്ല ട്രസ്റ്റഡ് ബ്രാൻഡിനുള്ള അവാർഡ് കമ്പനി വാങ്ങിച്ചതാണ് നമ്മുടെ വെസ്റ്റീജ്. TRAയുടെ അവാർഡ്, അത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കുള്ള അവാർഡാണ്.
അങ്ങനെ ഒരുപാട് അവാർഡ്സും റെക്കഗ്നേഷൻ കിട്ടിയ ഒരു കമ്പനിയോടൊപ്പമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. 16ഓളം കാറ്റഗറികൾ പ്രൊഡക്റ്റ് ഉണ്ട്. കഴിഞ്ഞ മീറ്റിംഗിൽ ഇരുന്ന സമയത്ത് നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രൊഡക്റ്റാണുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ 450 പരം കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഈ കാണുന്നതൊക്കെ നമുക്കറിയാം, നമ്മളെല്ലാവരും അസുഖങ്ങൾ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് ചികിത്സിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാ ആൾക്കാരും അല്ലേ. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക മരുന്ന് മാഫിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ പോക്കറ്റ് കാലിയാക്കി തന്നാലേ അവർ വിടുള്ളൂ. ഇവിടെ നമുക്ക് അസുഖങ്ങൾ വരാതെ നോക്കാൻ നമ്മൾ ആരും നോക്കാറില്ല അല്ലേ. ഇവിടെ അസുഖങ്ങൾ വരാതിരിക്കാൻ, അസുഖങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് പല പല അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഉള്ളത് മുട്ടുവേദനയൊക്കെ ആയിരിക്കും. ഒരു പ്രായം 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ മുട്ടുവേദന തുടങ്ങും ഓരോ ആൾക്കാർക്ക്. ഇവിടെ അതിനെ സംരക്ഷിക്കാൻ സാധിക്കുന്ന കാൽസ്യം, ഗ്ലൂക്കോസമിൻ, കൊളാജൻ, ഇതിൻ്റെ കൂടെ CMD എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് മുട്ടുവേദനയൊക്കെ പറയുന്ന ആൾക്കാർക്ക് വളരെ വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് ലഭിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഇന്ന് മുട്ടുവേദനയുള്ള ആൾക്കാർ ഡോക്ടർമാരെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പെയിൻ കില്ലർ കൊടുക്കും, തൽക്കാലം ഒരു ആശ്വാസമാവും, വീണ്ടും അതുപോലെ വരും, വീണ്ടും പെയിൻ കില്ലർ കൊടുക്കും. ഒരു 5-10 പ്രാവശ്യം ഡോക്ടർ അവരുടെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പറയും ഇനി രക്ഷയില്ല, സർജറി ചെയ്യാൻ പറയും. അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ സർജറി കഴിയും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത കാലം ഇതേ അവസ്ഥ വരും, വീണ്ടും സർജറിയിലേക്ക് പോകുന്നുണ്ടാവും. പൈസ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെല്ലാ ആൾക്കാരും. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സർജറിക്കും പോകേണ്ട ആവശ്യമില്ല. ഈ ഗ്ലൂക്കോസമിനും കാൽസ്യവും കൊളാജനും അതുപോലെ CMD ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നുണ്ടാവും. എല്ലുകൾക്കിടയിലുള്ള സൈനോവിൽ ഫ്ലൂയിഡിൻ്റെ ഉൽപ്പാദനമാണ് ഗ്ലൂക്കോസമിനെ കൊണ്ടുവരുന്നത്. അതുപോലെ കാൽസ്യം, എല്ലുകളുടെ ശക്തി കൂട്ടാൻ പറ്റുന്ന കാൽസ്യമാണ്. അതുപോലെ മഗ്നീഷ്യം അടങ്ങിയ കാൽസ്യം ആട്ടോ. നമ്മുടെ മറ്റേ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന കാൽസ്യം അല്ല, സിന്തറ്റിക് ആയിട്ടുള്ള കാൽസ്യം അല്ല, മഗ്നീഷ്യം അടങ്ങിയ കാൽസ്യമാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ട് വരില്ല. അതോടൊപ്പം തന്നെ ഷുഗറിനെ നമുക്കറിയാം, ഷുഗറുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ വീട്ടിൽ ഷുഗറിൻ്റെ ആൾക്കാരുണ്ടാവും. അത് നമ്മളെല്ലാവരും മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. ഡോക്ടറെ കാണിച്ച ശേഷം നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ടാവും. അത് കുറച്ച് കഴിയുമ്പം ആ മെഡിസിനൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻസുലിനിലേക്ക് പോകും, പിന്നെ ഡയാലിസിസിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഇന്ന് വരെ നമ്മൾ ഒരാൾ പോലും ഡോക്ടർക്ക് പോയി ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് ഈ മരുന്ന് കുടിച്ച് നിൽക്കാതെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നീം അതുപോലെ ഗ്ലൂക്കോ ഹെൽത്ത് 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഈ 2 പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഷുഗറിനെ കൺട്രോൾ ലെവലിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് മെഡിസിൻ ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ ചായൻ്റെ അകത്ത് നമ്മൾ പഞ്ചസാര ഇടാൻ മടിയുണ്ടെങ്കിൽ അതിന് സ്റ്റീവിയ എന്ന് പറഞ്ഞാൽ മധുരത്തുളസിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പഞ്ചസാരക്ക് പകരം റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സ്റ്റീവിയ. അതുപോലെ പ്രതിരോധ ശേഷി കൂട്ടുക. നമുക്ക് ഏകദേശം ഇപ്പോൾ കൊറോണയ്ക്ക് വന്ന ശേഷമാണ് നമുക്ക് ഈ പ്രതിരോധ ശേഷിയെക്കുറിച്ച് ശരിക്കും അറിയാൻ തുടങ്ങിയത് തന്നെ. നമ്മുടെ വെസ്റ്റീജ് കമ്പനിയിൽ ഒരു 5ഓളം പ്രൊഡക്റ്റ് ഉണ്ട്. ഹൈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റാണ്. ഇന്ന് സ്പെറലിന, അത് ആൽഗയാണ്, കടൽപ്പായലാണ്. അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ നോനി ഉണ്ട്. നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ കാണാൻ പറ്റിയ ഒരു കാക്കപ്പഴം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനകത്തുള്ളൊരു പ്രൊഡക്റ്റാണ് നോനി. കൊളസ്ട്രോം, പശുവിനെ പ്രസവിച്ചാലുണ്ട് ആദ്യത്തെ മഞ്ഞപ്പാലിൽ നിന്നെടുത്തൊരു പ്രൊഡക്റ്റാണ് കൊളസ്ട്രോം. ഹൈ ഇമ്മ്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ അലോവേര ഉണ്ട്, ആംലയുണ്ട്. ആംല നെല്ലിക്കയുടെ ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ പനി ജലദോഷമൊക്കെ ആയിട്ട് വരുന്ന കാണാം അല്ലേ. ഈ നമ്മൾ ആംല രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു സപ്ലിമെൻ്റ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്നും പനി ജലദോഷം വരില്ല. അത് മാത്രമല്ല, ഇനി അഥവാ ഒരു പനി വന്നാൽ പോലും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരില്ല. ആംല ഒരു 2 വെച്ച് 3 നേരം കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ആളെ ഓക്കെ ആയിക്കോളും. വെറുതെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക. എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന സാധനമാണത്. അതുപോലെ വെസ്റ്റീജ് പ്രായമില്ല മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്, ചെറിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. ഗമ്മീസാണത്. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഒരു ബോക്സിനകത്ത് 60 പീസ് ഉണ്ട്. അത് 13ഓളം വൈറ്റമിൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഓർമ്മശക്തി, ബുദ്ധിശക്തി, അതുപോലെ നല്ലോണം ഭക്ഷണം കഴിക്കാനൊക്കെ കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും. മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫുൾ എനർജറ്റിക് ആക്കി മാറ്റുന്നുണ്ടോ ആ പ്രോഡക്റ്റ്. അതുപോലെ ക്രില്ല ഓയിൽ ഉണ്ട്. ക്രിൽ ഫിഷ് നിരത്തിൽ ഒമേഗ-3 ആണ് പ്രൊഡക്റ്റാണ്. അതുപോലെ സീ ബക്തോം ഉണ്ട്. കോംബയോട്ടിക്സ് ഉണ്ട്. ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയ്ക്കുള്ള പ്രൊഡക്റ്റാണ്. ഇന്ന് നമുക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനം കറക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ നമുക്കത് വരാറുണ്ട്. മോഷണമൊന്നും കറക്റ്റ് ആവാതിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിന് കോംബയോട്ടിക്സ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ഡീറ്റോക്സ് ആൻഡ് റിജുവിനേഷൻ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. ഫൈബർ, മലബന്ധം, പൈൽസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിൽ കണ്ണിൻ്റെ സംരക്ഷണത്തിന് ഐ സപ്പോർട്ട് ഉണ്ട്. ഐ സപ്പോർട്ട് ഉപയോഗിക്കുക. ഐ സപ്പോർട്ടിൻ്റെ കൂടെ വൈറ്റൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആയുർവേദിക് പ്രൊഡക്റ്റ് കൂടി. അത് 2 ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണട ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കണ്ണട മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. വളരെ നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണിത്. അതോടൊപ്പം തന്നെ ഗാനോഡോർമ ഒരു റെഡ് മഷ്റൂമാണ്. അത് വെരിക്കോസിനും അതുപോലെ മൈഗ്രെയിനൊക്കെ നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. കുർക്കുമിൻ പ്ലസ് ഉണ്ട്. മഞ്ഞളിൻ്റെ എക്സ്ട്രാക്ട് എടുത്തൊരു പ്രൊഡക്റ്റാണ്. അമിത വണ്ണമുള്ള ആൾക്കാർക്ക് നാച്ചുറലായിട്ട് വെയിറ്റ് കുറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീസ്ലിമിൻ്റെ ഷേക്കുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ, ഒറിജിനൽ ആയിട്ടുള്ള ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീനാണ്. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണ്. ഇന്ന് നമ്മളെ ഒരു വ്യക്തിയുടെ ആരോഗ്യ വെയിറ്റ് എത്രയൊക്കെ ഉണ്ടോ, 80 കിലോ വെയിറ്റുള്ള വ്യക്തിയാണെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻസ് ആവശ്യമാണ്.
പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്രത്തോളം പ്രോട്ടീൻസ് നമുക്ക് കിട്ടാറില്ല. ഒരു 10 മുട്ടയും 10 ഏത്തപ്പഴവും ചിക്കനും മട്ടനൊക്കെ കഴിച്ചാൽ മാത്രമേ ഡെയിലി നമുക്ക് അത്രയും ഗ്രാംസ് പ്രോട്ടീൻസ് ശരീരത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ ഉണ്ട്, വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറാണ്. ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിക്കാൻ സാധിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് മാറിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ വിമൻസിൻ്റെ ആരോഗ്യത്തിന് നിരവധി പ്രൊഡക്റ്റുകൾ വെസ്റ്റേജിലുണ്ട്. ഒന്ന് ഫോളിക് അയൺ പ്ലസ്, രക്തക്കുറവുള്ള അനീമിക് ആയിട്ടുള്ള ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ശതാവരി മാക്സ് ഉണ്ട്. ശതാവരി മാക്സ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ പീരീഡ്സ് ഉള്ള അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പീരീഡ്സിനെ കറക്റ്റാക്കി എടുക്കാനും, അതുപോലെ ഗർഭാശയ മുഴ പോലുള്ള അസുഖങ്ങൾ ഒരുപാട് ലേഡീസിന് ഇപ്പം കാണാം അല്ലേ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പണ്ടൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ലേഡീസ് ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭപാത്രം എടുത്ത് മാറ്റി വെക്കാനും വയറ്റിലുള്ള ഒരുപാട് മുഴകൾ കാരണം പല പല സർജറി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ. അതിന് ഈ ശതാവരി മാക്സ് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാ ലേഡീസും ശതാവരി മാക്സ് ഉപയോഗിക്കേണ്ടതാണ്. അത്രയ്ക്കും വണ്ടർഫുൾ റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷന് പറ്റുന്ന ക്രാൻബെറി ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ അതിൻ്റെ അകത്തുണ്ട് ലേഡീസിന് തന്നെ. അതുപോലെ ഹാർട്ടിൻ്റെ സംരക്ഷണത്തിന് ഫ്ലാക്സ് ഓയിൽ, നമ്മളെ ഹാർട്ട് ബ്ലോക്കൊക്കെ വരുന്നുണ്ടാവില്ലേ, അതിനെ സംരക്ഷിക്കാൻ പറ്റുന്ന, ബ്ലോക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന, ബ്ലോക്കിന് അലിയിച്ച് കളയാൻ പറ്റുന്ന ഫ്ലാക്സ് ഓയിൽ ഉണ്ട്. സൈലന്റ് അറ്റാക്കിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുന്ന കോൺസമി ക്യൂട്ടൻ ഉണ്ട്, എലാർജിൻ ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. ആയുർവേദിക്കിൽ കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, റെസ്പോ കെയർ, കഫക്കെട്ടൊക്കെ ശ്വാസമുട്ടലൊക്കെ ഉണ്ട്, അതിന് നല്ല റിസൾട്ടുള്ള ആയുർവേദിക് പ്രൊഡക്റ്റ് ഉണ്ട്. റെസ്പോ കെയർ, കണ്ണിനെ സംരക്ഷിക്കുന്ന വൈറ്റൽ കോംപ്ലക്സ് ഉണ്ട്. നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. ഹെൽത്ത് ഫുഡിലേക്ക് പോകുമ്പോൾ കുക്കിംഗ് ഓയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ WHO അംഗീകരിച്ച ഏറ്റവും നല്ല തവിടെണ്ണ, ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത് തവിടെണ്ണ ഉണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ വെളിച്ചെണ്ണയുടെ വില 1 ലിറ്ററിന് 250 രൂപയുണ്ട്. 2 ലിറ്റർ വാങ്ങിക്കണമെങ്കിൽ 500 രൂപ കൊടുക്കണം. ഇത് നമ്മുടെ വെസ്റ്റേജിലെ തവിടെണ്ണ 2 ലിറ്ററാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ തവിടെണ്ണ അല്ല ഇത്. ഇതൊന്ന് ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കൂ, അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ബോട്ടിൽ കഴിയുമ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോൾ അളന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നേരെ പകുതിയായിട്ടുണ്ടോ. അത്രക്കും സൂപ്പറായിട്ടുള്ളൊരു കുക്കിംഗ് ഓയിലാണ്. ചായപ്പൊടി ആയിക്കോട്ടെ, കോഫി പൊടി ആയിക്കോട്ടെ, ഒറിജിനൽ ചായപ്പൊടി. ചായയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ചായപ്പൊടി നമ്മളെ ചായ ഒന്ന് കുടിച്ച് നോക്കണം. ഇത്രക്കും വ്യത്യാസമുണ്ട്, ഇത്രക്കും ടേസ്റ്റാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നാക്ക് ബാറുകളുണ്ട്. അതോടൊപ്പം തന്നെ സബ്ലിംഗൽ സ്പ്രേ. നമുക്ക് വൈറ്റമിൻ്റെ അഭാവം മൂലം ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം, വൈറ്റമിൻ B12 കുറവ് കാരണം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരാറുണ്ട്. അത് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയി ഒരാളും പറയില്ല വൈറ്റമിൻ ഡിയുടെ കുറവാണ്, ഇന്നത് കുറവാണെന്ന് പറയില്ല. അവരിങ്ങനെ മരുന്ന് തന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ വൈറ്റമിൻ്റെ സബ്ലിംഗൽ സ്പ്രേ ഉണ്ട്, വൈറ്റമിൻ D സ്പ്രേ ഉണ്ട്. നാക്കിന് അടിയിൽ അടിച്ചു കൊടുത്താൽ വിത്തിൻ സെക്കൻഡിലാണ് നമുക്ക് വൈറ്റമിൻ്റെ പ്രോബ്ലംസ് ഒക്കെ സൊല്യൂഷൻ കിട്ടുന്നത്. ഈ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന ആൾക്കാരും കണ്ടിട്ടുണ്ടോ അല്ലേ. ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും പറ്റില്ല, അപ്പോഴേക്കും ആൾക്കാർ പോയിട്ടുണ്ടോ. ഇവിടെ ഈ ഒരു സബ്ലിംഗൽ സ്പ്രേ, വൈറ്റമിൻ B12 വൈറ്റമിൻ ഡിയുടെ ഒക്കെ സബ്ലിംഗൽ സ്പ്രേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ കുഴഞ്ഞു വീണ് ആൾക്കാരെ നാക്കിന് അടിയിലോട്ടൊന്ന് പ്രാവശ്യം അടിച്ചു കൊടുത്താൽ അവർ വിത്തിൻ സെക്കൻഡിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ട് റിസൾട്ടാണ്. കാരണം ഇത് നമ്മളൊരു എക്സ്പീരിയൻസ് ആട്ടോ, നമ്മുടെ ലൈവ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കുഴഞ്ഞു വീണ സമയത്ത് ഇതൊന്ന് അടിച്ചു കൊടുത്ത സമയത്ത് വിത്തിൻ സെക്കൻഡിലാണ് അവർ എഴുന്നേറ്റ് നാടുന്നത്. അപ്പോൾ അത് നോർമൽ ലെവലാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ആൾ ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും. അത്രയ്ക്കും നല്ല റിസൾട്ടുള്ള സബ്ലിംഗൽ സ്പ്രേ ആണിത്. ഓറൽ കെയറിൽ പോകുമ്പോൾ പല്ല് തേക്കുന്ന പേസ്റ്റ് ഒരു 3 ടൈപ്പ് പേസ്റ്റ് ഉണ്ട്. 67 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പല്ല് വേദന, പല്ല് പുളിപ്പ്, മൂണ പഴുപ്പിനും അതുപോലെ മൗത്ത് അൾസറിനൊക്കെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പേസ്റ്റ് അവൈലബിൾ ആണ്. മൗത്ത് വാഷ് ഉണ്ട്, ബ്രഷ് ഉണ്ട്. അതുപോലെ പേഴ്സണൽ കെയറിൽ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. സൺ ക്രീം, BB ക്രീം, ഫെയർനെസ് ക്രീം, അതുപോലെ മോയ്സ്ചറൈസ് ക്രീം. ഇപ്പോൾ തണുപ്പ് സീസൺ വരാമാണ്. മോയ്സ്ചറൈസ് ക്രീം വളരെ നല്ല. ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, ഫേസ് സ്ക്രബ് ഉണ്ട്. മുടി സംരക്ഷണത്തിനായിട്ട് ഹെയർ സ്പാ കണ്ടീഷണർ, മുടി കൊഴിച്ചലിന് ഹെയർ ഓയിൽ ഉണ്ട്. തലയിലെ താരനും പേനൊക്കെ പറ്റുന്ന ഷാമ്പൂസ് അവൈലബിൾ ആണ്. അതുപോലെ വെസ്റ്റ് കെയറിൻ്റെ ഒരു പെയിൻ റിലീഫ് ക്രീം ഉണ്ട്. 129 രൂപയുള്ള ആ പെയിൻ റിലീഫ് ക്രീം വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഒരു ക്രീമാണത്. നടുവേദന, മുട്ടുവേദനയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വേദന തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ വണ്ടർഫുൾ ആയിട്ട് അന്നത്തെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്ന പ്രൊഡക്റ്റാണത്. 129 രൂപയുള്ള അതിൻ്റെ വില. അതുപോലെ പെർഫ്യൂംസും ഡിയോഡറൻസും നിരവധിയുണ്ട്. പോക്കറ്റ് പെർഫ്യൂംസ് ഉണ്ട്. അതുപോലെ TFM 76 മേലുള്ള സോപ്പ് അവൈലബിൾ ആണ്. അതുപോലെ 100% നാച്ചുറൽ ആയിട്ടുള്ള പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, മഡ് മാസ്ക്, ഹെയർ മാസ്ക്, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽസിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന മാച്ച് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. പുതിയ വണ്ടി, നമ്മുടെ പഴയ വണ്ടിയാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ എഞ്ചിൻ ഓയിൽസിൻ്റെ കൂടെ ഈ ഒരു മാച്ച് ഡ്രൈവർ 30 ml ഒരു പ്രൊഡക്റ്റാണ്. ആ എഞ്ചിൻ ഓയിൽസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ വണ്ടി നിങ്ങൾ ഷോറൂമിൽ നിറക്കുമ്പോഴുള്ള ഫീലിങ്സ് ആയിരിക്കും നിങ്ങളുടെ പഴയ വണ്ടി ഓടിക്കുമ്പോൾ നിൽക്കുന്നുണ്ടാവും. പെട്രോളിൻ്റെ അളവ് വളരെ ചുരുങ്ങിയിട്ട് വണ്ടി വരും. അത്രയ്ക്കും നല്ല റിസൾട്ട് ഒരു പ്രൊഡക്റ്റാണ്. കൊറിയൻ കമ്പനിയാണ് ഇത് നമുക്ക് തരുന്നത്. നമ്മുടെ വെസ്റ്റേജ് കമ്പനി വേണ്ടി ടൈപ്പായി ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഹൈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് സെഷനിലേക്ക് വന്ന് ഹൈജീൻ ആൻഡ് വേസ്റ്റേജ് ചേർന്നിട്ടുള്ള വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ക്ലീനിങ് സെഷൻ പ്രൊഡക്റ്റ് ഉണ്ട്. ഡിഷ് വാഷ്, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖങ്ങൾ വരുന്നത് പാത്രം കഴുകുന്ന ലിക്വിഡ് വഴിയും തുണി കഴുകുന്ന പൗഡർ വഴിയും നമ്മൾ പല്ല് കഴുകുന്ന പേസ്റ്റ് വഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അതിന് ഈ 4-5 പ്രൊഡക്റ്റ് നിങ്ങൾ മാറ്റിയാൽ തന്നെ ഹെൽത്തി ആയി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടാവും.
തുണി കഴുകുന്ന പൗഡറും തുണി കഴുകുന്ന ലിക്വിഡും ഉണ്ട്, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ ഉണ്ട്, ഗ്ലാസ് ക്ലീനർ, എയർ ഫ്രഷ്നർ ഉണ്ട്. ഇങ്ങനെ നിരവധി പ്രോഡക്റ്റ് അതിൻ്റെ അവൈലബിൾ ആണ്. ജെൻസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ബാത്തിങ് ബാർ, അത് പെർഫ്യൂം ബാത്തിങ് ബാർ ആട്ടോ. നിങ്ങൾ കുളിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് പോലും സ്മെല്ല് പോവില്ല, അത്രക്കും നല്ല സൂപ്പർ സോപ്പാണത്. അതുപോലെ ഫേസ് വാഷും ഡിയോഡറും ജെൻസിന് സ്പെഷ്യലായിട്ടുണ്ട്. ലേഡീസിന് ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ സ്കിൻ ഫോർമുല 9 ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റുകളുണ്ട്. നമ്മുടെ മുഖ സൗന്ദര്യത്തെ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ മുഖത്തിൽ കലകളും ചുളിവുകളൊക്കെ വരാൻ തുടങ്ങും, പ്രായം കുറച്ച് അറിയാൻ തോന്നുന്നുണ്ടോ? ഈ ഒരു സ്കിൻ ഫോർമുല 9 ട്രീറ്റ്മെൻറ്റ് ബേസ് മുഖത്തിൻ്റെ 3 ലെയറോളം പോയി റിപ്പയർ ചെയ്തെടുത്ത് വളരെ സുന്ദരന്മാരാക്കി മാറ്റാൻ പറ്റുന്ന ബ്ലമിഷ് ജെല്ല്, കണ്ണിനടിയിലെ കറുത്ത പാട് മാറ്റാൻ പറ്റുന്ന അണ്ടർ ഐ സെറം, യൂത്ത് എലിക്സർ, ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ അതിൻ്റെ അടുത്തുണ്ട്. കുറേ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കുറച്ച് പ്രോഡക്റ്റിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ ശുദ്ധമായ വെള്ളം. നമുക്കിന്ന് എല്ലാവർക്കും അറിയാം, നമുക്ക് സമയം വളരെ കുറവാണ്. കിണറ്റിലെ വെള്ളം വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. തിളപ്പിച്ചിലാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. തിളപ്പിച്ച വെള്ളത്തിൻ്റെ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, മിനറൽസ് എല്ലാം നശിച്ചു കിടക്കും. ഇവിടെ ശുദ്ധമായ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്ടർ പ്യൂരിഫയർ, ജപ്പാൻ കമ്പനിയായ ഷാർപ്പ് കമ്പനി വെസ്റ്റീജിന് വേണ്ടി ചെയ്യുന്ന വാട്ടർ പ്യൂരിഫയർ 2 എണ്ണം ഉണ്ട്. നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ പോർട്ടബിൾ, അപ്പോൾ എടുത്ത് നടക്കാൻ പറ്റുന്ന, പുറത്തൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ടൂറിനൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് പല അസുഖങ്ങൾ വരാറുണ്ട്. അതിന് കൊണ്ട് നടക്കാൻ പറ്റുന്ന വാട്ടർ പ്യൂരിഫയർ നമുക്ക് അതിൻ്റെ വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ നല്ലൊരു വാട്ടർ പ്യൂരിഫയറാണിത്. അതുപോലെ ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ചെറുതായിട്ട് തെങ്ങോ കവുങ്ങോ വാഴയോ അല്ലെങ്കിൽ നെൽകൃഷിയോ പച്ചക്കറി തോട്ടങ്ങളോ എന്തെങ്കിലും ഒരു ചെറിയ കൃഷി ചെടികളൊക്കെ നടത്തുന്ന ആളുണ്ടാവില്ല. അതിന് വളരെ നല്ല റിസൾട്ട് തോന്നുന്ന ഓർഗാനിക് കൃഷിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, കൃഷിയുടെ ചെലവ് ചുരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഫലങ്ങൾ കൂട്ടിയെടുക്കാൻ പറ്റുന്ന, നല്ല സമ്പാദിക്കാൻ സാധിക്കുന്ന, കൃഷിക്കാർക്കൊക്കെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ല ഓർഗാനിക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ നേരത്തെ ഒരു പറഞ്ഞ CMD, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. 84ഓളം മിനറൽസ് അടങ്ങിയ ഒരു വളരെ വണ്ടർഫുൾ ഗിന്നസ് റെക്കോർഡുള്ള പ്രൊഡക്റ്റാണിത്. ഇത് നിങ്ങളുടെ എല്ലാ ആൾക്കാരുടെ വീട്ടിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ പലവിധ അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നുണ്ടോ. ഒരു 50 ലിറ്റർ വെള്ളം, ഒരു ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്തൊരു പ്രൊഡക്റ്റാണിത്. ആ ഒരു 50 ലിറ്റർ വെള്ളത്തിൽ അമേരിക്കയിലെ ലൂട്ടാ തടാകത്തിലുള്ള ഒരു വെള്ളമാണിത്. ഈ ഒരു ചെറിയ ബോട്ടിലിനകത്ത് അതിന് 50 ലിറ്റർ വെള്ളത്തിനോട് വർക്ക് ചെയ്തിട്ടെടുക്കുന്ന പ്രൊഡക്റ്റാണ് ഇത്. നമ്മളെ കുടിക്കുന്ന വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 7 ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുക്കും. അത് 3 ലിറ്റർ വെള്ളങ്ങൾ ഒരു വ്യക്തി കുടിക്കുകയാണെങ്കിൽ 21 ഡ്രോപ്സോളം ശരീരത്തിന് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ പല ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നുണ്ടാവും. അതിന് വളരെ നല്ല റിസൾട്ട്, ഗിന്നസ് റെക്കോർഡാണ് ഈ പ്രൊഡക്റ്റിൻ്റെ. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും ISO സർട്ടിഫിക്കേഷൻ, ഹലാൽ സർട്ടിഫിക്കേഷൻ, GMB സർട്ടിഫിക്കേഷൻ, ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാവിധ സർട്ടിഫിക്കേഷനുള്ള വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് എല്ലാം. ഇവിടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞത് കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചുമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ നമ്മൾ വേണ്ടുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാരാണ്. അതുവഴി നമുക്ക് 1 രൂപയുടെ വരുമാനം ആരും തന്നിട്ടില്ല. ഒരു പ്രൊഡക്റ്റ് പോലും ആരും ഫ്രീ തരാറില്ല. നമ്മളെ കടയിൽ കൊടുക്കുന്ന പൈസ വെസ്റ്റീജിലോട്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ചെലവിന്, നിങ്ങളുടെ എക്സ്പെൻസിന്, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ നമ്മൾ പല ഷോപ്പിലും സാധനങ്ങൾ വാങ്ങിക്കാൻ കൊടുക്കുകയാണ്. ആ പൈസ വെസ്റ്റീജിലൂടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ 9 ടൈപ്പ് വരുമാനം കമ്പനി അവിടെ തരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇത് ഓരോന്ന് ഡീറ്റെയിൽ പറഞ്ഞുതരാം. സേവിങ്സ് ഓഫ് കൺസെപ്ഷൻ ഉണ്ട് 20%. നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ 20% ഡിസ്കൗണ്ട് MRP നിന്നും കിട്ടും. 5 മുതൽ 16% വരെ പെർഫോമൻസ് ബോണസ്, 3% ടീം ബിൽഡിംഗ് ബോണസ്, ഡയറക്ടർ ബോണസ് 15%, 18% ലീഡർഷിപ്പ് ബോണസ്. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും കേട്ടോ. 18% എന്ന് പറഞ്ഞത് ട്രാവൽ ഫണ്ടും കാർ ഫണ്ടും ഹൗസ് ഫണ്ടും എലക്ട് ക്ലബ് ബോണസ്. ഇത് 9 ടൈപ്പ് വരുമാനമുണ്ട്. ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമ്മളിതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായി മാറിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കുറേ ആൾക്കാർ ഇതിൽ ഐഡിയ എടുത്ത ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കഴിഞ്ഞു. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കൊരു 120 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 20 രൂപ ഡിസ്കൗണ്ട് 100 രൂപക്ക് കൈ കിട്ടും. അടുത്തത് പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെയാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 30-31 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ആ ഒരു പോയിന്റായി മാറും. 3000-ന് മേലെ 3100 രൂപക്കുള്ള സാധനം വാങ്ങിക്കുമ്പോൾ ഏകദേശം 100 പോയിന്റായി മാറുന്നുണ്ടാവും. ഈ പോയിന്റുകൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 5% കമ്മീഷൻ ലെവലാണ് നമുക്ക് വരിക. അത് 600 പോയിന്റ് ആകുമ്പോൾ 8% എത്താൻ സാധിക്കുന്നുണ്ടാവും. 600 പോയിന്റ് നിങ്ങൾക്ക് ഈ മാസത്തേതും അടുത്ത മാസത്തിലും ചേർത്തിട്ട് 600 പോയിന്റ് ആയാലും കുഴപ്പമില്ല, 8% എത്താൻ പറ്റും. നിങ്ങൾക്ക് അല്ല സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് വരുമാനത്തിലേക്ക് പോകണം. സിംഗിൾ മാസം, ഒരൊറ്റ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 300 പോയിന്റ് ആക്കിയാൽ മതി. നേർ പകുതി മതി. 300 പോയിന്റ് ഏകദേശം 9,000 രൂപക്ക് അടുത്ത് വർക്ക് ചെയ്താൽ പോലും നമുക്ക് 8% പോകാൻ സാധിക്കുന്നുണ്ടാവും. ഫാസ്റ്റ് സ്റ്റാർട്ട് 8% എന്ന് വെച്ചാൽ നമുക്കൊരു 750 പ്രൊഡക്റ്റ് വോച്ചർ ഫ്രീ ആയിട്ട് കിട്ടും. ചെറിയൊരു ക്യാഷ് ബാക്കും അവിടെ ലഭിക്കുന്നുണ്ടാവും. അടുത്തത് 2400 പോയിന്റ് വാല്യൂ.
എത്തുന്ന സമയത്ത് നമ്മൾ 12% ഇത് ക്യുമുലേറ്റീവായിട്ട് ഈ മാസത്തതും അടുത്ത മാസം അതിനപ്പുറത്തെ മാസം ചേർത്തിട്ടും നിങ്ങളുടെ പോയിന്റ് 2400 ആവുന്ന സമയത്ത് നിങ്ങളും നിങ്ങളോടൊപ്പം ആരെങ്കിലും അസോസിയേഷൻ ചെയ്ത് അവർ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും ഈ പോയിന്റ് നമുക്ക് ആഡായി വരുന്നുണ്ടാവും. ഞാനിതിൽ ചെയ്തത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സിലോട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. ഈ കമ്പനിയെക്കുറിച്ചും ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഷെയർ ചെയ്തപ്പോഴാണ് 6 വ്യക്തികൾ എന്നോടൊപ്പം അസോസിയേഷൻ ചെയ്തത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, അവരുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അവരിത് സെയിം ഡ്യൂപ്ലിക്കേഷൻ ചെയ്തപ്പോഴാണ് എൻ്റെ ബിസിനസ് വലിയതായി മാറിയത്. 5500 പോയിന്റ് ആവുന്ന സമയത്ത് 16% മാക്സിമം കമ്മീഷൻ ലെവലായ 16% എത്താൻ പറ്റും. അത് എത്ര മാസം വേണമെങ്കിലും, ഒരു വർഷമായാലും 2 വർഷമായാലും കുഴപ്പമില്ല. നിങ്ങൾ എപ്പോഴാണ് എത്തുന്നത് ആ സമയത്ത് നിങ്ങൾ 16% സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. ഇനി അല്ല, ഒരു സിംഗിൾ മാസം ഫസ്റ്റിലെ മാസം നിങ്ങൾക്ക് നല്ലൊരു വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 4500 പോയിന്റ് വാല്യൂയിൽ വർക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഡയറക്ടറായി മാറാൻ സാധിക്കുന്നുണ്ടോ. 16% അവിടെ തന്നെ വാങ്ങിക്കാൻ സാധിക്കും. ഒരു 18,000 രൂപ 20,000 രൂപ കടയിലുള്ള ഇൻകം വാങ്ങിക്കാനുള്ള ഒരു ചാൻസ് ആണത്. പല ആൾക്കാരും ഫാസ്റ്റായിട്ട് വരുമാനത്തിന് ചിന്തിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് പോകാറുണ്ട്. ഇവിടെ ഡയറക്ടർ ബോണസ് 15% ഉണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. അത് പുതുതായി വന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പെർസെൻറ്റേജ് പറയാനുണ്ട്. അത് നിങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാവും. ഇതൊക്കെ നമ്മുടെ ടീമിൽ അച്ചീവ് ചെയ്ത ലേഡീസാണ്. ഇവരൊക്കെ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ നമുക്ക് ട്രാവൽ ഫണ്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിലോട് ഈ ഒരു കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ച് ഷെയർ ചെയ്തപ്പോൾ 6 ആൾക്കാർ എന്നോടൊപ്പം ബിസിനസ്സിൽ കണക്ട് ചെയ്തു. കുറച്ച് ആൾക്കാർ കസ്റ്റമറായിട്ടാണ് വന്നത്. അത് 6 വ്യക്തികളിൽ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് എന്നോട് സ്റ്റാർട്ട് ചെയ്തു. ആ ഫസ്റ്റിലത്തെ വ്യക്തിക്ക് ഞാൻ ഇതിൽ ഡയറക്ടറായി മാറി, 5500 പോയിന്റായി ഡയറക്ടറായി മാറി. പിറ്റത്തെ മാസം എന്നോടൊപ്പം വന്നിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ഡയറക്ടറാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ വോളിയം അയാൾ 16% ആയി മാറുകയും ചെയ്യും. ഞാൻ എൻ്റെ മറ്റുള്ള ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു 1800 പോയിന്റിൻ്റെ വർക്ക് അവിടെ ചെയ്ത സമയത്ത് ഞാൻ സിൽവർ ഡയറക്ടറായി മാറുന്നു. അന്ന് മുതൽ എല്ലാ മാസം 10-ാം തീയതി ആകുമ്പം 3% വിദേശ യാത്ര പോകാനുള്ള ഫണ്ട് കമ്പനി തരുവാണ്. വരുമാനത്തിനോടൊപ്പം ട്രാവൽ ഫണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു സെയിം പൊസിഷൻ സിൽവർ ഡയറക്ടർ നിൽക്കുന്ന സമയത്ത് ടീം ബിൽഡിംഗ് ബോണസും കൂടെ വാങ്ങിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന വരുമാനത്തിനോടൊപ്പം കുറച്ചും കൂടെ എക്സ്ട്രാ വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ചും കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ടേൺ ഓവർ കുറച്ചും കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു 3% കൂടെ എക്സ്ട്രാ ഇതിലൂടെ കമ്പനിയുടെ ഫണ്ടിലൂടെ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. അതോടൊപ്പം തന്നെ LOB ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസ് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ. ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസ് വലിയൊരു എമൗണ്ട് കേട്ടോ. ഒരൊറ്റ LOB എന്ന് പറഞ്ഞാൽ 5625 പോയിന്റ്. ഒരു ടീമിലൂടെ ഇത്രയും ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ 5625 പോയിന്റ് വാല്യൂ, ഞാൻ നേരത്തെ പറഞ്ഞു 30 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റാണ്. 5625 പോയിന്റിന്റെ വർക്ക് ആ ഒരു ടീമിൽ നടക്കുവാണെങ്കിൽ നമുക്ക് അവിടെ LOB സ്റ്റാർട്ട് ആവും. ഒരു 12,000 രൂപയുടെ വരുമാനം അവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന വരുമാനത്തോട് 12,000 രൂപ എക്സ്ട്രാ കിട്ടും. ഒരു ടീമിൽ തന്നെ ലക്ഷങ്ങളും 5 ലക്ഷം 10 ലക്ഷം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം അത്രത്തോളം LOB അവിടെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ നമ്മളെ ട്രാവൽ ഫണ്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതേ രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. ട്രാവൽ ഫണ്ട് നമ്മുടെ ടീമിൽ നിന്ന് വാങ്ങിക്കുന്ന ആളാണ് ഇതൊക്കെ. അത് അടുത്തത് കാർ ഫണ്ട് വാങ്ങിക്കാനുള്ള അവസരം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളോടൊപ്പം ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന ഫാമിലിയെ, ഒരു 3 ഫാമിലിയെ ഒരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ അവരെ സഹായിച്ചാൽ മതി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബിസിനസ്സിൽ നമ്മളോടൊപ്പം വരുന്ന ഫാമിലിയെ സഹായിച്ചാൽ മതി. അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ അവരെ കൂടെ നിന്നാൽ മതി. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളോടൊപ്പം നിങ്ങൾ ആരാണോ ഈ ബിസിനസ് കൊണ്ടുവന്ന വ്യക്തി, അവർ നിങ്ങളെ സഹായിക്കാൻ 100% കൂടെ ഉണ്ടാവും. കാരണം നിങ്ങളെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10,000 രൂപയോ 20,000 രൂപ വരുമാനം വാങ്ങിച്ചു തരാൻ അവർ കൂടെ ഉണ്ടാവും. നിങ്ങൾ അവരോടൊപ്പം കൈ കൊടുത്താൽ മാത്രം മതി. നിങ്ങളെ വരുമാനത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാർ ഫണ്ടും ട്രാവൽ ഫണ്ടും ഹൗസ് ഫണ്ടും വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് കട്ടൊക്കെ കൂടെ നിന്ന് കൊടുത്താൽ മതി, അവരുണ്ടാവും കൂടെ തന്നെ. നമ്മുടെ 3 ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർ ഡയറക്ടറായി മാറും. അത് 3 മാസം ആ ഫാമിലിക്ക് 3 മാസം കണ്ടിന്യൂ വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നിലക്കാത്തൊരു ഇൻകം കാറിൻ്റെ EMI പോലെ കമ്പനി തന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് എല്ലാ മാസവും 10-ാം തീയതി കാറിൻ്റെ EMI വാങ്ങിക്കുന്ന ഒരാളാണ്. അത് എല്ലാ മാസവും അവിടെ തന്നെ കിടക്കുകയാണ്. കാർ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ട് കാറിങ് വാങ്ങിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ദുബായിലായതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല, നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്നുള്ളൂ. കാർ ഫണ്ടിങ് എല്ലാ മാസവും വരും. നല്ലൊരു എമൗണ്ടായി കിടക്കുന്നത് ഒരു 85,000 രൂപ വരെ 80,000 രൂപ വരെ മാസം, മാക്സിമം 80,000 രൂപ വരെ ഒരു കാർ ഫണ്ടായി കിട്ടുള്ളൂ. അതിന് മേലെ കിട്ടില്ല. എത്ര ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 80,000 മാക്സിമം ആണ്. അത് 1000-ൽ തുടങ്ങുന്നുണ്ടാവും. കാർ ഫണ്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് 1000, 1500 ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് ബിസിനസ് കൂടുന്നതനുസരിച്ച് എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഇതേപോലെ ഇഷ്ടപ്പെട്ട വാഹനം, ഓഡി കാർ ആയിക്കോട്ടെ, മെർസിഡീസ് ബെൻസ് ആയിക്കോട്ടെ, പോർഷെ ആയിക്കോട്ടെ, റേഞ്ച് റോവർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വാഹനം ആ വണ്ടി വാങ്ങിക്കാനുള്ള പെർമിഷൻ കമ്പനി തരുന്നുണ്ടോ. നിങ്ങളുടെ ബിസിനസ് വോളിയം പോലെ ഇരിക്കുന്നുണ്ടാവും. അതിന് EMI കമ്പനി പേ ചെയ്യുന്നുണ്ടാവും. ഇദ്ദേഹം എന്നെ ഈ ബിസിനസ് കണക്ട് ചെയ്ത വ്യക്തിയാണ്. മിസ്റ്റർ മനോജ് പാറയിൽസ് ആണ്. അബുദാബിയിലെ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ മാനുഫാക്ചർ എഞ്ചിനീയറാണ്. ഏകദേശം 5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ ഒരു കാർ, ഫസ്റ്റിലത്തെ കാർ വാങ്ങിക്കുന്ന സമയത്താണ് ഞാൻ അന്നത്തെ ദിവസമാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതിനുശേഷം എനിക്കൊരു കാർ ഫണ്ട് അച്ചീവർ ആവാൻ സാധിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം അസോസിയേഷൻ ചെയ്ത ദുബായിൽ തന്നെയുള്ള ഒരു എഞ്ചിനീയറാണ് സുരേഷ് അശ്വനി. ഇവരും ഇതിൽ കാർ ഫണ്ട് അച്ചീവറാണ്. അദ്ദേഹം
അതിനുശേഷം ഗൾഫ് മതിയേക്ക് നാട്ടിലേക്ക് പോയ ശേഷം മൂന്നാമത്തെ കാർ, ഒരു ബൈക്ക് വാങ്ങിച്ചിരുന്നു, ഹോണ്ടയുടെ ബൈക്ക് വാങ്ങിച്ചു. മൂന്നാമത്തെ ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് വാങ്ങിച്ചത്. 25 ലക്ഷം രൂപ കാറാണ്. നമ്മൾക്ക് എത്ര വേണമെങ്കിലും വണ്ടി ഇതിനകത്ത് വാങ്ങിക്കാൻ പെർമിഷൻ ഉണ്ട്. ഇത് കാർ മാത്രമല്ല, നിങ്ങൾ വീട് വെക്കാനുള്ള EMI വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6 വ്യക്തികളിലേക്ക്, 6 ഫാമിലിയിലേക്ക് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഇതിലേക്ക് ഒരു വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും വീടിൻ്റെ EMI വാങ്ങിക്കാൻ സാധിക്കും. ഇന്ന് ഒരു വീട് വെച്ച ഒരു ഫാമിലി അവരെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ EMI അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ലോൺ എടുത്തിട്ടൊക്കെ രേഖ വെച്ചിട്ടൊക്കെ വീട് വെക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ 1 ലക്ഷം രൂപ മാസം EMI വരെ വാങ്ങിക്കാൻ ഈ ഹൗസ് ഫണ്ടിലൂടെ നമുക്ക് ലാഭിക്കുന്നുണ്ടാവും. മാക്സിമം 1 ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്നുണ്ടാവും. ജീവിതകാലം മുഴുവനും നിങ്ങളുടെ മക്കൾക്കും മക്കൾക്കും ഇത് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ഒരു 6 ഫാമിലിയിൽ ഒരു വരുമാനം എത്തിച്ചു കൊടുത്ത് ഇത് ഞാൻ വാങ്ങിക്കുന്ന വ്യക്തിയാണ്. എന്നോടൊപ്പം ആദ്യം എൻ്റെ 6 ഫ്രണ്ട്സാണ് ബിസിനസ്സിൽ വന്നത്. ഈ 6 ഫ്രണ്ട്സിനും വരുമാനം എത്തിച്ചു കൊടുത്ത് ഹൗസ് ഫണ്ട് വാങ്ങിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. എത്ര വലിയ വീടായിക്കോട്ടെ അതിൻ്റെ EMI പേ ചെയ്യാൻ കമ്പനി തയ്യാറാണ്. അതിനുള്ള ബിസിനസ് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അടുത്ത 9ാമത്തെ വരുമാനം എലൈറ്റ് ക്ലബ്ബ് ബോണസ് ആണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ വെസ്റ്റീജ് ചെയ്യുന്നുണ്ടോ ആ വെസ്റ്റീജിൻ്റെ ടോട്ടൽ ടേൺ ഓവർ, ഇതിൽ 1,68 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അവരൊക്കെ ബിസിനസ് എത്ര ടേൺ ഓവർ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ എല്ലാം ടോട്ടൽ ടേൺ ഓവറിൻ്റെ 2% വാങ്ങിക്കാൻ നമുക്കൊരു അവസരമുണ്ട് ഈ എലൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ 8 വ്യക്തികളെ ഈ ബിസിനസ്സിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് 3 ടീമിൻ്റെ അകത്തൊരു LOB ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എലൈറ്റ് ക്ലബ്ബിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അത് മാക്സിമം 20 ലക്ഷം വരെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. എലൈറ്റ് ക്ലബ്ബ് മാത്രം 9ാമത്തെ വരുമാനമാണിത്. അത് വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു നല്ല തീരുമാനം എടുത്ത് നിങ്ങളുടെ ഷോപ്പിനെ ഒന്ന് മാറ്റാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളോട് അന്നും പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിനെ ഒരു പ്രാവശ്യം വാങ്ങിച്ച് ക്വാളിറ്റി അറിയാൻ നിങ്ങൾ തയ്യാറാണ്. ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾ 100% ഇതിൻ്റെ കസ്റ്റമർ ആയിരിക്കും. ബിസിനസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുമോ അത് പിന്നീടാണ്. പക്ഷേ നിങ്ങളത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു പ്രൊഡക്റ്റിലേക്ക് പോകാൻ സാധ്യതയില്ല. അത്രയ്ക്കും നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പുതിയ ആൾക്കാരും, ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, 39-40 ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഐഡിയ എടുത്ത ആൾക്കാർ, ഇതിൽ ഐഡിയ എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നോ ടൈപ്പ് ചെയ്യുക, ഐഡിയ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഞാൻ പറഞ്ഞ കാര്യം കേട്ടത് ക്ലിയർ ആണെങ്കിൽ എസ് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ ഐഡിയ എടുത്ത ആൾക്കാരാണ്, നോ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ ഐഡിയ എടുക്കാത്ത ആൾക്കാരാണ്. എല്ലാ ആൾക്കാരും ഇത് ജോയിൻ ചെയ്ത ആൾക്കാർ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഐഡിയ ആക്ടിവേഷൻ ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. വീട്ടിലേക്ക് ആവശ്യമുള്ള നിങ്ങൾ സാധാരണ കടയിൽ പോയി വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് വാങ്ങിക്കുക എന്ന് വെച്ച് ഒരു സോപ്പ് വാങ്ങിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലേക്ക് ഇപ്രാവശ്യം വാങ്ങിക്കുന്ന ഈ ഒരു ഡിസംബർ മാസം കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്, പാത്രം കഴുകുന്ന ലിക്വിഡ്, തുണി കഴുകുന്ന പൗഡർ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, അത് കുക്കിംഗ് ഓയിൽ, ചായപ്പൊടി, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഓരോ പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. മിനിമം ഒരു 1200 മേലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് കിട്ടും. ഫസ്റ്റ് പർച്ചേസിങ്ങിൽ കേട്ടോ, 1200 മേലെ ആദ്യമായിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 1200 മേലെ ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഫ്രീ ആണ്. രണ്ടാമത്തെ പർച്ചേസിങ് മുതൽ 2500 മേലെയാണ് കൊറിയർ ചാർജ് ഫ്രീ ഉള്ളത്. അല്ലെങ്കിൽ ഒരു 66 രൂപ മാത്രമേ കൊറിയർ ചാർജ് ആവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആൾക്കാർ ഓരോരോ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കും, കമ്പനിക്ക് ഇതും കൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു സ്റ്റാൻഡേർഡ് ലെവലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര രൂപക്കും വാങ്ങിക്കാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു സാധാരണക്കാർക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അത്രയും കഷ്ടപ്പെടുന്ന ഫാമിലിക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് പൈസ ഉള്ള ഫാമിലി, പണക്കാരുടെ കയ്യിൽ പണം ദൈവം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരൻ എന്നും സ്ട്രഗിൾ ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ന് ഓപ്പർച്യൂണിറ്റി തേടി എല്ലാ ആൾക്കാർക്കും വരുമാനം ആഗ്രഹമുണ്ട്. പക്ഷെ പണിയെടുത്തിട്ടുള്ള വരുമാനത്തിനോട് എല്ലാ താല്പര്യം മണി ചെയിൻ പോലെയുള്ള ബിസിനസ്സുകളും ആൾക്കാരുടെ പൈസ വാങ്ങിച്ചുള്ള വരുമാനം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, നമ്മൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാവണം. ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിലും 25,000-നോ 30,000-നോ സാധനം നിർബന്ധിച്ച് വാങ്ങിച്ചുകൊണ്ട് ആ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാതെ, ഇവിടെ പല കമ്പനികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാവപ്പെട്ട സാധാരണക്കാരെ കൊണ്ട് 25,000, 28,000 ഒടുക്കത്തെ വിലയുള്ള ലോൺ എടുത്താൽ പോലും വാങ്ങിക്കാൻ പറ്റാത്ത വിലയുള്ള സാധനം വാങ്ങിപ്പിച്ചിട്ട് നിർബന്ധിച്ചിട്ട് ആ പാവത്തുകൾ ഇതും കൊണ്ട് വിറ്റ് നടന്നിട്ട് അവസാനം സെയിൽ ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ടിട്ട് ഹസ്ബൻഡിനെ പഠിച്ച് കട്ടിലടിയിൽ കൊണ്ട് കളഞ്ഞ് ഒളിപ്പിച്ച് വെക്കുന്ന ലേഡീസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒരു പ്രൊഡക്റ്റ് പോലും നിങ്ങൾ വാങ്ങിച്ച് വാങ്ങിക്കരുത്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സോപ്പ്, പേസ്റ്റ്, ചായപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനം ഫ്രീ ആയിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു പൈസ കൊടുക്കാതെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി.
നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ വാങ്ങിക്കുന്ന സാധനം എന്താണോ അതേപോലെ സാധനം വാങ്ങിക്കുന്ന ഒരു 4-5 ലോയൽ കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി. ഇപ്പോൾ ഒരു നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 2000 രൂപ 3000 രൂപ സാധനം വാങ്ങിക്കുന്ന നിങ്ങൾക്ക് അതിനകത്ത് ഒരു 1000 രൂപയുടെ സാധനം ഏതെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടോ, നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സുമാരുണ്ടോ, നിങ്ങൾ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ബന്ധുക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് പറയുക, ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഇപ്രാവശ്യം വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സോപ്പും പേസ്റ്റും ചായപ്പൊടിയും കോഫിപ്പൊടിയും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണം, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തരാൻ റെഡിയാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു തരും, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും മാത്രം പറഞ്ഞാൽ മതി. ജീവിതകാലം മുഴുവനും അവർ നിങ്ങളുടെ കസ്റ്റമറായി മാറുന്നുണ്ടാവും. കാരണം അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഒരു ഫാമിലി പോലും നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് തിരിച്ചു തരില്ല. അത്രയ്ക്കും ഗ്യാരണ്ടി കമ്പനി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഒരു 1000, 2000, 3000 വാങ്ങിച്ചോ കുഴപ്പമില്ല, എത്ര നിങ്ങളുടെ സൗകര്യം പോലെ വാങ്ങിച്ചോളൂ. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, 1 ലക്ഷമല്ല 10 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഒരു സ്ട്രോങ് തീരുമാനം, ഉറച്ച തീരുമാനം, ഈ ബിസിനസ്സിലൂടെ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ടീമിനോടൊപ്പം നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ 2 വർഷത്തെ ഒരു ബിസിനസ് കോഴ്സായിട്ട് ഇതിനെ കാണാൻ ശ്രമിക്കാം. എന്ന് വെച്ച് ഇന്ന് ജോയിൻ ചെയ്ത് അടുത്ത മാസം നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടിയല്ല. ഇനി 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് ഒരിക്കലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരാതിരിക്കാനും, പൈസയുടെ ആവശ്യത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോടെ മുടേണ്ട ആവശ്യം വരാതിരിക്കാനും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ, അവരുടെ ലൈഫിൽ അവർക്ക് ജോലി ചെയ്യാതെ പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിന് കാണാൻ ശ്രമിക്കണം. കാരണം 20 വർഷം ദുബായിൽ ജോലി ചെയ്ത ഞാനാണ്. എനിക്ക് ഇനിയൊരു 20 വർഷം ജോലി ചെയ്താൽ പോലും തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന കാര്യത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ഗൾഫുകാരെ ആവശ്യം, അവരൊരു മാസത്തെ ലീവിന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡും ലോണൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ആ ഒരു മാസം നാട്ടിൽ എൻജോയ്മെൻറ്റ് ആൾക്കാരെ കാണിക്കുന്ന ഒരു സെറ്റപ്പ് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഞാൻ 20 വർഷം ഗൾഫിലുള്ള എനിക്കറിയാം ഗൾഫിലെ അവസ്ഥ എന്താണ്. ഞാൻ നല്ല ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ്, ഫാമിലിയോടൊപ്പം ദുബായിൽ മക്കളൊക്കെ ദുബായി പഠിക്കുന്ന ഒരാളാണ്. ആ ജോലി റിസൈൻ ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പട്ടിണിയായി പോകും. കാരണം നമ്മളിവിടെ ദുബായിൽ തന്നെ ജീവിച്ചുകൊണ്ട് ഉള്ള പൈസ ഇവിടെ തന്നെ ചിലവാക്കുന്ന ആളാണ്, സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ്, ആ കൊറോണ വന്ന സമയത്ത് കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നല്ല ശമ്പളമുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൊറോണ എന്നതിൻ്റെ പേരിൽ ശമ്പളം പകുതിയായി കഴിഞ്ഞു. ആ സമയത്ത് അവർക്ക് വീട് വെച്ചതിൻ്റെ EMI ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, ലോൺ ഉണ്ടായിരുന്നു, ഇതെല്ലാം അടക്കേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഫിനാൻഷ്യലായിട്ട് സ്ട്രെസ് വന്നു, ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പിന്നെ ജോലി അന്വേഷിച്ച് ജോലി കണ്ടെത്താൻ പറ്റാതായിപ്പോയി. പിന്നെ അങ്ങോട്ട് അവർ ഈ കൊറോണയ്ക്ക് ശേഷം ഇതുവരെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അതിൽ 2-3 വ്യക്തികൾ ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ചിന്തിച്ചതാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അഥവാ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പൈസ ഇട്ടിട്ടൊരു ബിസിനസ് ചെയ്യാൻ ധൈര്യമില്ല. കാരണം ഓൾറെഡി ഒരു ബിസിനസ് പൈസ കളഞ്ഞ് പരാജയപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് പൈസ ഇട്ടൊരു പരിപാടിക്ക് ഞാൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായപ്പോഴാണ് ഞാനിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് 5 മണിക്ക് രാവിലെ എഴുന്നേറ്റ് ദുബായിൽ ജോലിക്ക് പോകുന്ന ആളാണ് ഞാൻ. തിരിച്ച് രാത്രി 9 മണിക്ക് വീട്ടിലെത്തുള്ളൂ. ഒരു 10 മിനിറ്റ് പോലും മക്കളെ കൂടി ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ബിസി ഷെഡ്യൂളായിരുന്നു ദുബായിലെ എൻ്റെ അവസ്ഥ. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് 5 മണി വരെ പണിയെടുക്കാൻ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നാട്ടിലുള്ള മലയാളി ഗൾഫിൽ വന്നാൽ രാത്രി 12 മണി വരെ പണിയെടുക്കും, ഒരു നാണക്കേട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ ആ ലെവലിലായിരുന്നു. ഇവിടെ ഞാൻ ഇതിന് മനസ്സിലാക്കി എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് സമയം ബസ്സിൽ ജോലി ചെയ്തുകൊണ്ട് പോകുന്ന ആ ട്രാവലിംഗ് സമയത്ത് 1-2 മണിക്കൂർ ഈ ബിസിനസ് പഠിക്കാൻ ഞാൻ സമയം കണ്ടെത്തിയപ്പോഴാണ് എനിക്കിതിൻ്റെ ഗുണങ്ങളും സാധ്യതകളും മനസ്സിലായത്. ഇന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ ആ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഫുൾ ടൈമായിട്ട് ദുബായിൽ തന്നെ ഇരുന്നുകൊണ്ട് 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് എവിടെയും ഞാൻ പോയിട്ടില്ല. എന്നോടൊപ്പം ബിസിനസ് ചെയ്യുന്ന ഒരാളെ ഞാൻ നേരിട്ട് കണ്ടില്ല. ഇതുപോലെ വീഡിയോ ഓഫാക്കിയിട്ടാണ് എല്ലാവരും ഇരിക്കാറ്. ഏകദേശം 4000-ലധികം ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിലേക്ക് സാധനം എല്ലാ മാസവും വാങ്ങിക്കാറുണ്ട്. ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപക്കുള്ള കച്ചവടം ഷാജി മിത്തൽ എന്ന ഒരു വ്യക്തിയുടെ ഓർഗനൈസേഷൻ നടക്കുന്നുണ്ട്. എന്നോടൊപ്പം 30,000, 40,000, 50,000 വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അവരാരും ഈ ബിസിനസ് ഒരിക്കലും കളയില്ല. കാരണം അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ജോലിയും വീട്ടിൽ നിന്ന് പുറത്തു പോവാതെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മക്കളെ നോക്കിക്കൊണ്ട്, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട്, വീട്ടിലെല്ലാ ജോലികളും ചെയ്തുകൊണ്ട് 35,000, 40,000 വരുമാനം വാങ്ങിക്കുന്ന വീട്ടമ്മമാർ ഇതാ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടമ്മയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തത് കൊണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു വരുമാനം ലൈഫ് ലോങ് ആയിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനം എടുക്കുക. നിങ്ങൾ ആരാണോ ഈ ബിസിനസ് കൊണ്ടുവന്നത് അവരെ കൈപിടിക്കുക, അവരൊരിക്കലും വിടാതിരിക്കുക. എല്ലാ ദിവസവും വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ച് സംസാരിക്കുക. എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവരതെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഉണ്ടാവും, സൂമിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള ലിങ്കുകളാണ്. രാവിലെ ആണെങ്കിൽ രാവിലത്തെ അറ്റൻഡ് ചെയ്യുക, വൈകുന്നേരമുള്ള പ്രൊഡക്റ്റിൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്യുക.
പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. 450-ൽ പരം പ്രൊഡക്റ്റുള്ള പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്താണ് മനസ്സിലാക്കുക. നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുമെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കും. കാരണം പല ആൾക്കാരും ഇതുപോലുള്ള പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും കൊണ്ടെങ്കിലും സാധനം വാങ്ങിപ്പിക്കാൻ ശ്രമിക്കും. നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കോൾഗേറ്റും ക്ലോസപ്പ് ഉപയോഗിക്കും. അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ കൊണ്ട് നമ്മൾ വെസ്റ്റീൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ആരെ കൊണ്ട് വാങ്ങിപ്പിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളുടെ വീട്ടിലേക്ക് 100% വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയെ മാറാൻ ശ്രമിക്കുക. 100% എന്ന് പറഞ്ഞാൽ ഞെക്കി പിഴിഞ്ഞിട്ട് 100% ഉപയോഗിക്കാനല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം നിങ്ങൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അതാണ് 100% വെസ്റ്റീജിൻ്റെ കസ്റ്റമറായി മാറാം. ചിലപ്പോൾ ചില സാധാരണ ഫാമിലി, പാവപ്പെട്ട ഫാമിലിയൊക്കെ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വില കുറഞ്ഞ പ്രൊഡക്റ്റും ചെറിയ 10 രൂപയുടെ പേസ്റ്റൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഫാമിലിയൊക്കെ ഉണ്ടാവുമായിരിക്കും. അവരോട് പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ 10 രൂപയുടെ പേസ്റ്റ് ഒന്ന് മാറ്റുക. ഈ 10 രൂപയുടെ പേസ്റ്റ് ചെറുതായിരിക്കും, അത് 5 പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ 50 രൂപയായി. നമ്മളുടെ പേസ്റ്റ് 100 ഗ്രാം പേസ്റ്റാണ്, 67 രൂപയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. പല്ല് വേദന, പല്ല് പുളിപ്പ്, മോണപ്പഴുപ്പ്, മൗത്ത് അൾസർ, വായപ്പുണ്ണൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വിത്തിൻ 2-3 ദിവസം കൊണ്ട് റിസൾട്ട് ലഭിക്കുന്ന പേസ്റ്റാണത്. വളരെ നല്ല പേസ്റ്റ്. അതുപോലെ കുളിക്കുന്ന സോപ്പ്. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടോ, സ്കിൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാർ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ നമുക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. അത്രക്കും നല്ല ക്വാളിറ്റിയുള്ള സോപ്പാണ്. വെറും 50 രൂപയുള്ളൂ. ചായപ്പൊടിയോ കോഫിപ്പൊടി എനി പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക സുഹൃത്തുക്കളെ. നിങ്ങൾ ടി വിയിലൂടെ അമല പോൾ, ചന്ദ്രികൻ്റെ പരസ്യം പറഞ്ഞ്, സന്തൂറിൻ്റെ പരസ്യം പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും, ലെക്സിൻ്റെ പരസ്യം ഐശ്വര്യമായി പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ഇന്നിവരെ അവരാരും ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടല്ല പരസ്യം പറഞ്ഞത്. അവർ കോടികൾ വാങ്ങിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. അത് കണ്ടിട്ട് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ച് അവർ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുക, നമ്മൾ ഇന്നും മാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ നേരിട്ട് വാങ്ങിക്കുമ്പം ഇവർക്ക് കൊടുക്കുന്ന, പരസ്യക്കാർക്ക് കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് തരാൻ കമ്പനി റെഡിയാണെങ്കിൽ ആ കമ്പനിയുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് തയ്യാറായിക്കൂടെ? ഒരു പ്രാവശ്യം നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് മാറ്റി നോക്കൂ. എന്തിനാണ് ഈ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, എങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥിരം കസ്റ്റമറായി മാറുന്നുണ്ടാവും. സ്ഥിരമായിട്ട് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തി നിങ്ങളായി മാറുന്നുണ്ടാവും. നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികളും അത് തന്നെ ചെയ്യുന്നുണ്ടാവും. കാരണം ഞാൻ 3 വർഷം മുന്നേ വെറും 6 വ്യക്തികളെ ബിസിനസ്സിലേക്ക് എത്തിച്ചു. ബാക്കിയുള്ള ഫ്രണ്ട്സിന് ബിസിനസ് വേണ്ട, പ്രൊഡക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. 3 വർഷത്തിന് മേലെയായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ബിസിനസ്സിൽ ഇല്ലാഞ്ഞിട്ട് പോലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫ്രീ പ്രൊഡക്റ്റിൻ്റെ വൗച്ചർ മൊത്തം എനിക്ക് കിട്ടും. എൻ്റെ വീട്ടിലേക്ക് പൈസ കൊടുക്കാതെ സാധനം കിട്ടും. 1 രൂപയുടെ സാധനം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. വൗച്ചർ മാത്രം കൊടുത്താൽ മതി. 2515 3-4-5 വൗച്ചറൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. 4 വൗച്ചർ എന്ന് പറഞ്ഞാൽ 10,000 രൂപക്ക് മേലെ. അതെന്നെ വീട്ടിലേക്ക് ഉപയോഗിച്ച് അത് പിന്നെ വൗച്ചർ ബാക്കിയൊക്കെ എടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന വ്യക്തികൾ മാക്സിമം ഒരു കൺസിസ്റ്റൻസി, സ്ഥിരതയുള്ള ഒരു കസ്റ്റമറായി മാറാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫറും കാര്യങ്ങളും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ടീമിലേക്ക് വരുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ടും പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. പഠിക്കാൻ ശ്രമിക്കുക. ഒരു LKG സ്റ്റുഡൻറ്റിനെ പോലെ. നിങ്ങൾക്ക് വേറെ ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസ് ഇവിടെ ആവശ്യമില്ല, ഒരു നെറ്റ്വർക്കിൻ്റെ ആവശ്യമില്ല. ഒരു LKG സ്റ്റുഡൻറ്റിനെ പോലെ ഒരു വിദ്യാഭ്യാസം വേണ്ട, ഒരു സൗന്ദര്യം വേണ്ട, ഒരു ആരോഗ്യം വേണ്ട. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായാൽ മതി. വിജയിക്കണം. ജീവിതത്തിൽ ആരെയും കഷ്ടപ്പെടാതെ, ആരുടെ കയ്യിൽ നിന്നും പൈസ ചോദിച്ച് വാങ്ങിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾക്ക് തികയാതെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്തപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. ശമ്പളം വരുന്ന സമയത്ത് അവിടെ ഇവിടെയും കൊടുത്ത് ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ വീണ്ടും കടം വാങ്ങിച്ച് മുന്നോട്ട് പോകുന്ന ഫാമിലിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർക്കൊക്കെ അതിൽ നിന്ന് രക്ഷ നേടണമെന്ന് ആഗ്രഹമുണ്ട്. വെറും 2 വർഷം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾക്ക് ഒരു ലൈഫായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ കുറച്ച് എൻജോയ്മെൻറ്റ്സ് ഒന്ന് മാറ്റിവെക്കാൻ തയ്യാറാവുക. സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കാര്യം, ടി വിയിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ചാനൽ ചർച്ചകളൊക്കെ കാണാതെ കുറച്ച് സമയം, ഒരു 1-2 മണിക്കൂർ, 24 മണിക്കൂറിൻ്റെ അകത്ത് കുറച്ച് സമയം നിങ്ങൾ ഇതിലേക്കൊന്ന് മാറ്റി വെച്ച് നോക്കിയേ. ഇന്ന് സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാം എത്ര സമയം നിങ്ങൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ കളയുന്നുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കളയാറുണ്ട്. എന്ത് വരുമാനം കിട്ടുന്നത്? അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, പക്ഷേ എങ്കിലും എല്ലാ ആൾക്കാർക്കും വരുമാനം കിട്ടാറില്ലല്ലോ. നിങ്ങൾ അതിൽ കുറച്ച് സമയം വെസ്റ്റീജ് കമ്പനിയെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോസ് കാണാനും അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നോളജ് അറിയാനും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അത്രയ്ക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇതിൽ 50 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്, 25 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ആ വ്യക്തിയൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹം ബിസിനസ്സിൽ വന്ന് ഫസ്റ്റിലത്തെ മാസം വാങ്ങിച്ച 132 രൂപയാണ്. അദ്ദേഹം രണ്ടാമത്തെ മാസം വാങ്ങിച്ച 36,000 രൂപയാണ്. ഇന്ന് 22 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തി വരെ എനിക്ക് നേരിട്ട് കണ്ട് പരിചയമുണ്ട്. അവരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് വന്ന വ്യക്തിയാണ് ഞാൻ.
അവരുടെ അടുത്ത ലക്ഷ്യം 50 ലക്ഷം രൂപ മാസ വരുമാനത്തിലേക്ക് പോകാന്നുള്ളതാണ്. എൻ്റെ ലക്ഷ്യം 10 ലക്ഷം രൂപ മാസ വരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു നല്ലൊരു കമൻറ്റ്, യെസ് കമൻറ്റ് അടിക്കുക, ഞാനും റെഡിയാണ്, കൂടെയുണ്ട്, എനിക്കും ഇതിലൂടെ വിജയിക്കണം, യെസ് ഞാനും കൂടെയുണ്ട് എന്നൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിടൂ. എല്ലാവരും ഇതിലുള്ള 38 പേരും ലാസ്റ്റ് വരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ക്ഷമയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. 40ഓളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 2 പേരുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ബാക്കി 38 പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷമയുള്ള ആൾക്കാർ മാത്രമേ ഈ കേൾക്കുള്ളൂ, അല്ലാതെ ആൾക്കാർ മുന്നേ പോയിട്ടുണ്ടാവും. നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ എവിടെയും വിജയിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ രക്ഷപ്പെട്ട ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ റിച്ച് പേഴ്സണും ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർ കഷ്ടപ്പെടാതെ ഒരിക്കലും ഈ ലുലുവിൻ്റെ യൂസഫ് അലി ആയിക്കോട്ടെ, അദ്ദേഹമൊക്കെ ഗൾഫിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്തിരി ലെവലിൽ എത്തിയത്. നമ്മൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, കുറച്ച് എൻജോയ്മെൻ്റ് ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു 2-3 വർഷം കുറച്ചൊന്ന് എൻജോയ്മെൻറ്റ് മാറ്റി ഇതിലേക്ക് വരുവാണെങ്കിൽ ജീവിതകാലം മുഴുവൻ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതോ. ലക്ഷറി ട്രിപ്പ് ഇതാ ഫെബ്രുവരി മാസം വരാൻ പോകുന്നത് ആഡംബര കപ്പൽ യാത്രയാണ്. 3 രാത്രി 4 പകൽ 1 ലക്ഷം രൂപയാണ് എൻ്റെ ടിക്കറ്റിൻ്റെ വില. അത് ഫ്രീ ആയിട്ടാണ് കമ്പനി കൊണ്ടുപോകുന്നത്. അടുത്തത് ലണ്ടൻ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് വരുന്നുണ്ട്. അതിനുശേഷം തായ്ലാൻഡ് ട്രിപ്പ് വരുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 8000 പേരെ തായ്ലൻഡ് കൊണ്ടുപോയ കമ്പനി, ഗിന്നസ് റെക്കോർഡ് ഇട്ട കമ്പനി നമ്മളെ കമ്പനി. എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തായ്ലൻഡ് ട്രിപ്പ് പോയ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വിദേശ യാത്രകൾ പോകാനും ആഡംബര കാറ് വാങ്ങിക്കാനും നല്ല ലക്ഷറി വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ സുഹൃത്തുക്കളെ. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള കടയൊന്ന് മാറ്റിയാൽ മാത്രം മതി. ഉപയോഗിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് പർച്ചേസ് ചെയ്യിപ്പിച്ച് ഒന്നും വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഞാനിതിൽ പറയുകയാണ്, 50 രൂപ പോലും നിങ്ങൾക്ക് മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരും. അത്രയ്ക്കും നല്ലൊരു കമ്പനിയാണ് വെസ്റ്റീജ് കമ്പനി. 20 വർഷമായിട്ട് ഇത്രയും ഹൈ ലെവലിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. വെറും 10 പ്രോഡക്റ്റ് തുടങ്ങിയ കമ്പനി 450-ൽ പരം പ്രോഡക്റ്റിൽ എത്തിയിരിക്കുകയാണ്. 5000 കോടി ടേൺ ഓവറായി മാറിയിട്ടുണ്ട്. 20,000 കോടി ടേൺ ഓവറിലേക്ക് പോകും കമ്പനി. അത്രക്കും ഹൈ വിഷനറിയിട്ടുള്ള മാനേജ്മെൻ്റാണ് അതുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, കമ്പനി വളരുന്നതോടൊപ്പം നമുക്കും വളരാൻ സാധിക്കുന്നുണ്ടാവും. ഇന്ന് തന്നെ ഒരു നല്ല തീരുമാനമെടുത്ത് നാളെ രാവിലെ നിങ്ങളുടെ ഐഡിയ ആക്ടിവേഷൻ കഴിഞ്ഞ് വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ ടീമിൽ നല്ല ആക്റ്റീവായി നിൽക്കുക, പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി നല്ലൊരു ലീഡർഷിപ്പുള്ള വ്യക്തിയെ മാറാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു സാധാരണക്കാർക്കും ഇതിൽ വിജയിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഒരു 6ാം ക്ലാസ് മാത്രം പഠിച്ച ആയിഷ മാഡം ഇതിൻ്റെ അകത്ത് 7 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. അവർ ഫസ്റ്റ് ഇതിൽ വന്ന സമയത്ത് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് പോലും വാങ്ങിക്കാൻ പറ്റാത്ത ആളായിരുന്നു. ഇന്ന് കണ്ണടച്ചാൽ പോലും നിങ്ങൾ എവിടെ കൊണ്ട് കണ്ണ് കെട്ടിയിരുന്നാലും പ്രൊഡക്റ്റിൻ്റെ മണം അടിച്ചിട്ട് അതിൻ്റെ പേരും അതിൻ്റെ ഇൻഗ്രീഡിയൻസും പറയാൻ സാധിക്കുന്ന ആയിഷ മാഡം 7 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നത്. 5 ലക്ഷം 6 ലക്ഷം രൂപ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ലേഡീസിനും വാങ്ങിച്ചു കൊടുക്കുന്ന എത്തിയാണ് ആയിഷ മാഡം. അവരൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ബിസിനസ് ഇത്രയും സീരിയസ് ആയി ചെയ്യാൻ തോന്നിയത്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ 5 ലക്ഷം 7 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ലേഡീസ് അവിടെയുണ്ട്. കേരളത്തിൽ 13 ലക്ഷം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലേക്ക് വരിക. സീരിയസ് ആയിട്ട് ഇതിനെ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുക. ഏകദേശം എൻ്റെ ടൈം 1 മണിക്കൂറായി. എനിക്ക് ഇത് കഴിഞ്ഞപാട് അടുത്ത സെഷൻ തുടങ്ങുന്നതുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഐഡിയ എടുക്കാത്ത ആൾക്കാർ ഒരു ഐഡിയ എടുക്കുക, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരിക. പ്രൊഡക്റ്റ് വാങ്ങിക്കാത്ത ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുക. എത്രയും പെട്ടെന്ന് ബിസിനസ് സീരിയസ് ആയിട്ട് അടുത്ത മാസം ജനുവരി 10-ാം തീയതി തന്നെ ഒരു വരുമാനം വാങ്ങിക്കാൻ വേണ്ടി ചെറുതെങ്കിലും ഒരു വരുമാനം ഇതിനകത്ത് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം 10-ാം തീയതി ചെറിയൊരു വരുമാനം, ഒരു ചായ കുടിക്കാനുള്ള പൈസയും കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ മാസം 10-ാം തീയതി പ്രോഫിറ്റ് കൊടുക്കുന്ന കമ്പനിയാണ്. ഇന്നേ വരെ 11-ാം തീയതി എന്ന ഡേറ്റിലേക്ക് പോയിട്ടില്ല. 10-ാം തീയതി വൈകുന്നേരം 9-ാം തീയതി രാത്രി തന്നെ വരാറുണ്ട്. അപ്പുറം പോയാലും 10-ാം തീയതി വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന കമ്പനിയാണ്. എത്ര രൂപയായി കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായി തരുന്ന കമ്പനിയാണ്. ഒരുപാട് ഓഫറും കാര്യങ്ങളും തരുന്ന കമ്പനിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട്, ഏതെങ്കിലും മണി ചെയിനിൽ പോയി പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാർ വാക്കുകൾ കേട്ട് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നെങ്കിൽ അത് കേൾക്കാതിരിക്കുക. നിരുത്സാഹപ്പെടുത്താൻ എല്ലാവർക്കും ഫ്രീ ആണ്, പൈസ ഒന്നും വേണ്ട. അവരെ വാക്കുകൾ കേട്ട് നിങ്ങൾ നല്ലൊരു അവസരം കളയാതിരിക്കുക. മഹാലക്ഷ്മിയാണ് കയ്യിൽ വന്നിരിക്കുന്നത്, അത് ചവിട്ടി പുറത്താക്കരുത്. കാരണം ദൈവം ഏതൊരു മനുഷ്യനും ഒരവസരം കൊടുക്കും രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ അത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെട്ടതാണ്. അത്രക്കും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഹാർഡ് വർക്ക് ചെയ്തിട്ടും എവിടെയും വിജയിക്കാൻ പറ്റുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവമായിട്ടാണ് വെസ്റ്റീജ് എന്ന കമ്പനി എനിക്ക് കൈ തന്നത്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഒരു 5 വർഷം കൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്ന വ്യക്തിയാണ്. 3 വർഷം കൊണ്ട് 13 രാജ്യത്ത് ബിസിനസ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു 13 രാജ്യത്ത് ഞാൻ ഇതുവരെ പോയിട്ടുമില്ല. എനിക്കറിയില്ല അവിടെയുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആളാണ്. ഇതുപോലെ വീഡിയോ ഓഫാക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ നോക്കി, ഈ ഒരു സെഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരാളെ പോലും ഞാൻ കാണുന്നില്ല. ഇതിലുള്ള എത്ര പുതിയ ആൾക്കാരുണ്ട്, ഒരാളെ എനിക്ക് അറിയില്ല. പക്ഷേ ഇതിൽ പല ആൾക്കാരുടെ വരുമാനം 35,000-40,000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് സീരിയസ് ആയി നിൽക്കുക. ഞാൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.